സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കാതൽ സിനിമയ്ക്ക് 4 അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചത് സുധി കോഴിക്കോടിനാണ്. സുധി കോഴിക്കോടാണ് ഇപ്പോൾ 24നോടൊപ്പം ചേരുന്നത്. ഏറെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. ജോലിക്കിടയിലാണ് ഇപ്പോൾ ഈ അവാർഡ് ലഭിക്കുന്നത്. ഞാൻ ജോലിക്കിടയിലാണ് ഇപ്പോൾ. ഞാൻ ജോലി ടൈം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. എന്താ സന്തോഷം, ഒരുപാട്. പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ജോലിയിൽ നിന്നും ഇന്നൊരു ലീവൊക്കെ എടുത്തിട്ടൊക്കെ ഞാൻ ഇപ്പോൾ ശേഷം ലീവ് എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പടങ്ങൾ മത്സരിക്കാനുണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. അപ്പം നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവത്തിൽ വന്നു ചേരുമെന്നുള്ളത്. കാതലിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ജിയോ ബേബിയായിട്ടുള്ള സൗഹൃദമാണ് എന്നെ കാതലിലോട്ട് എത്തിച്ചത് എനിക്ക്. പക്ഷേ ജിയോയ്ക്ക് അതല്ല, ക്യാരക്ടർ എന്നുള്ള ജിയോ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ക്യാരക്ടർ ആ സ്ക്രിപ്റ്റ് വായിച്ച മുതൽ ജിയോൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു മുഖം എൻ്റേതാണെന്ന് ഒരടിസ്ഥാനത്തിലാണ് ജിയോ എന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ഈ അവാർഡ് താങ്കളുടെ ലൈഫിൽ ഇനിയുള്ള സിനിമ ജീവിതത്തിൽ എങ്ങനെ ഗുണം ചെയ്യും? എപ്പോഴും അവാർഡുകൾ എന്ന് പറയുന്ന പ്രോത്സാഹനവും പിന്നെ മുന്നോട്ട് ചെയ്യുന്നതിൽ ആത്മവിശ്വാസം കൊടുക്കുന്ന ആണല്ലോ. അത് പറയാനല്ലോ. അതും തീർച്ചയായും നമുക്ക് ആത്മവിശ്വാസം, അതേസമയം നമുക്കൊരു ഉത്തരവാദിത്വം കൂടി ചെറിയ രീതിയിൽ അതുകൂടി എന്ന് ഞാൻ മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മുടെ കരിയറിലൊരു ഉത്തരവാദിത്വമാണ് ഒരു അവാർഡ് എന്ന് പറയുന്നത്. അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ആളുകളുടെ പ്രതികരണം, ആരെങ്കിലുമൊക്കെ ഫോണിൽ വിളിച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച് നിൽക്കുന്നു. ബൈറ്റ് എടുക്കുമ്പോൾ അതാ ഫ്രണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോൺ. അപ്പം ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ള ഈ സാഹചര്യത്തിൽ? നന്ദി എന്നെ സെലക്ട് ചെയ്ത് ജിയോ ബേബി, മമ്മൂക്ക, പിന്നെ അതിൻ്റെ റൈറ്റേഴ്സ്, ഫുൾ ക്രൂ ഓഫ് കാതൽ, പിന്നെ എൻ്റെ ഗുരുക്കന്മാർക്ക്. ഈ സിനിമയിലുള്ള അടുത്തൊരു ഘട്ടം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, എനിക്ക് ക്യാരക്ടർ ചെയ്ത് മുന്നോട്ട് പോകണം തന്നെയാണ്. ക്യാരക്ടർ കൂടുതൽ ക്യാരക്ടർ ചെയ്യാനുള്ള സാധനം. ഇതേപോലെ നമുക്കൊരു അങ്ങനെ ഒരു പ്രോസസ്സിൽ വരുന്ന ക്യാരക്ടർ കിട്ടിയ അത് ആക്ടർ ഭാഗ്യമാണ് എപ്പോഴും അങ്ങനെ അന്ന് ചേരുക എന്നുള്ളത്. അങ്ങനെ ആ രീതിയിൽ ഇനിയും കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. കഥാപാത്രം എങ്ങനെ ഗുണം ചെയ്തു ഇത് ഈ സിനിമയിൽ? ഈ കഥാപാത്രം ഏറെ ചർച്ചയായി. അല്ല, കഥാപാത്രം എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞാൽ ഈ കഥാപാത്രം ചെയ്യുന്നുള്ളൂ. എനിക്ക് ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കൂടുതൽ സാധ്യത തുറന്നു കിട്ടി. അപ്പോൾ ഞാൻ ശേഷമാണ് കുറച്ചുകൂടി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ കിഷോറിന് തന്നെയാണെന്ന് തോന്നുന്നു ആ അവാർഡ്. കിഷോർ സൂയിസൈഡ് ചെയ്തു അടുത്ത ദിവസം. 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു. മമ്മൂക്ക റെഫറൻസ് ആയിട്ട് എടുത്ത ബുക്ക്. ഞാനും ആ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെഴുതിയ ആളാണ് കിഷോർ. കിഷോറിന് എനിക്ക് തോന്നുന്നു വേറെ ഇത് ചലച്ചിത്ര ഗ്രന്ഥത്തിനൊരു അവാർഡ് ഉണ്ടെന്ന് തോന്നുന്നു കിഷോറിന്. എന്താണെങ്കിലും ആശംസകൾ. സുധി കോഴിക്കോടിൻ്റെ പ്രതികരണമാണ് കണ്ടത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 4 അവാർഡുകളാണ് കാതൽ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച വ്യക്തി കൂടിയാണ് കോഴിക്കോടിൻ്റെ സ്വന്തം സുധി. സുധിയുടെ പ്രതികരണമാണ്, സന്തോഷമാണ് ഇപ്പോൾ 24ൻ്റെ പ്രേക്ഷകർക്കായി അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.